തമിഴ്നാട്ടിലെ പ്രചാരണ രംഗത്ത് കച്ചത്തീവ് കത്തിക്കാൻ ബി.ജെ.പി. എന്താണ് ഈ കച്ചത്തീവ് എന്നൊരുപക്ഷെ സംശയം പ്രേക്ഷകർക്ക് തോന്നും. ബംഗാൾ ഉൾക്കടലിനും മാന്നാർ ഉൾക്കടലിനും മധ്യേയുള്ള ആൾപ്പാർപ്പില്ലാത്ത 285 ഏക്കർ ദ്വീപ് തമിഴ്നാട്ടിലെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. അതെന്തുകൊണ്ട്? ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിയതിനെ വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരുന്നു. കണ്ണു തുറപ്പിക്കുന്നതും ഞെട്ടിക്കുന്നതും എന്നാണ് 5 പതിറ്റാണ്ട് മുൻപ് കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് കൈമാറിയതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത്. തന്ത്രപ്രധാനമായ കച്ചത്തീവിനെ കോൺഗ്രസ് ഭരണകൂടം നിസ്സാരമായാണ് കൈമാറിയതെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഉത്തർപ്രദേശിലെ മീററ്റിൽ പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി ആരോപണം ആവർത്തിച്ചു. 4-5 दशक पहले कह दिया कि ये द्वीप तो गैर जरूरी है, फालतू है, यहां तो कुछ होता ही नहीं है। और ये कहते हुए मां भारती का एक अंग आजाद भारत में ये कांग्रेस के लोगों ने, इंडियन अलायंस के साथियों ने मां भारती का एक अंग काट दिया. കച്ചത്തീവ് വിഷയത്തിൽ കോൺഗ്രസിനെതിരെ അമിത്ഷായും ജെ.പി. നഡ്ഡയും രംഗത്തെത്തി. ഇതോടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളും ചേരിതിരിഞ്ഞു. കച്ചത്തീവ് വിഷയത്തിൽ തമിഴ്നാട് ഭരിച്ചവരും കുറ്റക്കാരെന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലൈ. இந்த நாட்டினுடைய எல்லையை சுருக்கியது காங்கிரஸ். கச்சத்தீவை கொடுத்ததுக்கு அப்புறம் எல்லை சுருக்கிடுச்சு. அதுவும் நேரு அவர்கள் தொடர்ச்சியாக கச்சத்தீவு ஒரு சின்ன ஐலண்டு, ஒரு குட்டி தீவு, அதன் மீது எனக்கு எந்தவித மரியாதையும் இல்லைங்கிறார். ஆனா நம்முடைய ஜாயிண்ட் செக்ரட்டரி கிருஷ்ணராவ் அவர்களாக இருக்கட்டும், அட்டார்னி ஜெனரல் செட்டில்வாட் அவர்களாக இருக்கட்டும், இதை போராடி இந்தியா பெற வேண்டும் என்றிருக்கிறார். തമിഴ്നാട്ടിൽ ബി.ജെ.പി. പച്ച തൊടില്ലെന്ന സർവേ ഫലങ്ങളാണ് പ്രധാനമന്ത്രിയുടെ പുതിയ ആരോപണത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് ദീക്ഷിത് പ്രതികരിച്ചു. These are all selective pieces of propaganda that they take out without any reference to the context. It is because there are elections going on in Tamil Nadu. All surveys show that the BJP is going to be badly smashed in Tamil Nadu, and not only Tamil Nadu, they are losing their rhetoric and the narrative all over India. So it's desperate at times by the Prime Minister to build something for himself. കച്ചത്തീവിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി ഇന്ത്യയും ശ്രീലങ്കയും വർഷങ്ങളായി തർക്കത്തിലായിരുന്നു. 1974 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ശ്രീലങ്കയ്ക്ക് ഈ ദ്വീപ് വിട്ടുനൽകി ഉടമ്പടിയുണ്ടാക്കി. തന്ത്രപ്രധാന സ്ഥലമല്ലെന്നും ശ്രീലങ്കയുമായി ബന്ധം ശക്തമാക്കാമെന്നുമാണ് അന്ന് ഇന്ദിരാഗാന്ധി കണക്കുകൂട്ടിയതെന്ന് പറയുന്നു. ഈ ഉടമ്പടിക്ക് വില നൽകേണ്ടി വന്നത് തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികളാണ്. അതിർത്തി ലംഘനം ആരോപിച്ച് ശ്രീലങ്കൻ നാവികസേന ഇവരെ പിടികൂടി പീഡിപ്പിക്കാറുണ്ട്. കച്ചത്തീവ് തിരിച്ചുപിടിക്കണമെന്ന് തമിഴ്നാട് നിയമസഭ പലവട്ടം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പ്രശ്നപരിഹാരം വേണമെന്ന് കഴിഞ്ഞ വർഷം ശ്രീലങ്കൻ പ്രധാനമന്ത്രി റനിൽ വിക്രമസിംഗെ ഇന്ത്യ സന്ദർശിക്കും മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുതിയ കത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ആവശ്യപ്പെട്ടിരുന്നു. ജയലളിത മുഖ്യമന്ത്രിയായിരിക്കെ കച്ചത്തീവിനു വേണ്ടി സുപ്രീംകോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആളില്ലാ ദ്വീപിൽ ആകെയുള്ളത് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നിർമ്മിച്ച അന്തോണീസ് പുണ്യാളന്റെ പള്ളിയാണ്. ഓരോ വർഷവും ഈ പള്ളിയിലെ പെരുന്നാൾ ദിവസം ഇന്ത്യയിലുള്ളവർക്ക് വീസയില്ലാതെ കച്ചത്തീവിലെത്താം. ഇലക്ഷൻ ഡെസ്ക് 24.